നമസ്കാരം, ജെർലി ജേക്കബാണ്. കൂടെ ഇന്ന് ഷാനും ഉണ്ട്, അഭിലാഷും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ കട്ടപ്പനയിൽ നിന്ന് അഞ്ചുരുളി പോവാണ്. അഞ്ചുരുളി എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, എന്നാലും കുറേ ആൾക്കാർക്ക് അറിയാം. അഞ്ചുരുളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇയോബിൻ്റെ പുസ്തകം കണ്ടവർക്കറിയാം. ഇയോബിൻ്റെ പുസ്തകത്തിൽ അഞ്ചുരുളി ഉണ്ട്. അഞ്ചുരുളി വെച്ചിട്ടാണ് ആ ഒരു ക്ലൈമാക്സിങ്ങിനൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അഞ്ചുരുളിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അഞ്ചുരുളിയിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇയോബിൻ്റെ പുസ്തകം കണ്ടവർക്ക് അറിയാൻ പറ്റും. ഈ ഇയോബിൻ്റെ പുസ്തകത്തിൽ ക്ലൈമാക്സ് സീനിൽ കാണിക്കുന്ന ആ ഒരു ഭാഗം അഞ്ചുരുളിയിലാണ് ചിത്രീകരിച്ചത്. അഞ്ചുരുളി ടണലും അതിനോടനുബന്ധിച്ച തടാകമൊക്കെയാണ് ഈ സീനിലുള്ളത്. ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകുന്നത് അഞ്ചുരുളി. നമ്മൾ ആ പിരിഞ്ഞ ജംഗ്ഷനിൽ നിന്ന് അഞ്ചുരുളിയിലേക്കുള്ള വഴി അല്പം വീതി കുറഞ്ഞാണ്. കാറുകൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് പോകാം, ട്രാവലറും വലിയ പ്രശ്നമില്ല. അതിനേക്കാൾ വലിയ വണ്ടി വന്നാൽ അല്പം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ അഞ്ചുരുളി വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ മുന്നറിയിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ടണലിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെയാണ്. ടണലിൻ്റെ നിർമ്മാണം 1974 മാർച്ച് 10-നാണ്. ടണൽ ഉദ്ഘാടനം ചെയ്തേക്കുന്നത് 1980 ജനുവരി 30. നീളം 5 കിലോമീറ്റർ ഉണ്ട് ഈ ടണലിന്. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ടണലിന് 5 കിലോമീറ്റർ നീളമുണ്ട്. അതുപോലെ വ്യാസം 24 അടി. പിന്നീടെന്ന് വെച്ചാൽ 15 അടി നീളത്തിൽ ഉള്ളിലേക്ക് ജാക്ക് ഹാമർ ഉപയോഗിച്ച് തുരന്ന് 1500 ഇലക്ട്രിക് തോട്ട ഒരു റൗണ്ട് വെച്ച് പൊട്ടിച്ച് നിർമ്മിച്ചതാണ് ഈ ടണലിന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് വേറെ കാര്യം എന്ന് വെച്ചാൽ ഇതിലെ കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ മൈതാനം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ 3 കിലോമീറ്റർ ഇവിടെ നിന്നും ഇരട്ടയാറ്റിലേക്കും ഇരട്ടയാറ്റിൽ നിന്ന് 2 കിലോമീറ്റർ ഇങ്ങോട്ടും കൂട്ടി യോജിപ്പിച്ചാണ് ഈ തുരങ്കം. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ ടണൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചല്ല, നമ്മുടെ സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡാണ് നിർമ്മിച്ചതെന്നുണ്ട്. അതൊരു വലിയൊരു പ്ലസ് പോയിൻ്റാണ് ഇതിൻ്റെ. പിന്നെ സാങ്കേതികവിദ്യ ലാവ്ലിൻ കമ്പനി കാനഡ, കോൺട്രാക്ടർ പൈലിപ്പിള്ള കോലഞ്ചേരി. നമ്മുടെ കോലഞ്ചേരിക്കാരനായിട്ടാണ് നിർമ്മിച്ചേക്കുന്നത് കോൺട്രാക്ടർ. പിന്നെ ഇരട്ടയാറ്റിൽ ഡാം നിർമ്മിച്ചിട്ട് കല്യാണത്തണ്ട് മലയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തിൻ്റെ അടിയിൽ കൂടിയാണ് ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ വേറെ കുറച്ച് ടണലിൻ്റെ അപകടത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ടണൽ ഉള്ളിൽ വായു കുറവാണ്, കുഴികളുണ്ട്, പാറയിൽ വഴുക്കലാണ്, വാവലുണ്ട്, പാമ്പുണ്ട്, വെളിച്ചമില്ല, മുകളിൽ നിന്നും പാറക്കഷ്ണം അടർന്നു വീഴാം, മൊബൈൽ റേഞ്ച് ഇല്ല. അതായത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറരുതെന്നാണ് ആ ഒരു മുന്നറിയിപ്പിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ വരുന്ന ആളുകളെല്ലാം ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് താഴേക്കൊന്ന് ഇറങ്ങിയാലോ? നമുക്ക് താഴേക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇത് കല്ലുകളാണ്, അപ്പോൾ ഇറങ്ങുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിറങ്ങിയാൽ അത്രയും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ആ വെള്ളം പാറയിലൂടെ വരുന്ന ശബ്ദം കേൾക്കാം കേട്ടോ. അത് തന്നെ വരുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഇത് വലിയൊരു തടാകമാണ്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഉത്ഭവസ്ഥാനവും കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണുമല്ലോ. ഉണ്ടോ എന്താ ഭംഗിയെന്ന് നോക്കി. ഇത് ആ മുന്നിൽ കാണുന്നതാണ് കേട്ടോ, വെള്ളം കുത്തി ഒഴുകി വരുന്നതുണ്ടോ. നമുക്ക് എന്തായാലും ഒന്ന് അടുത്തേക്ക് നോക്കാം. you.
പിന്നെ നമ്മളെ ഇവിടെ അഞ്ചുരുളി വന്നപ്പോൾ നമ്മുടെ നാട്ടുകാരെ രണ്ടുപേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരോട് വെച്ച് പരിചയപ്പെട്ടു. ഇത് കണ്ണൻ, ഉണ്ണി. അപ്പോൾ രണ്ടുപേരും കുമ്മളി പോയിട്ട് വരുവാണ്. അവർ ജോലി കഴിഞ്ഞ് വരുവാണ്. അപ്പോൾ ഈ വഴി കയറി പോകുന്നതാണ്. എന്തായാലും നല്ല സ്ഥലം. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഉള്ളിലേക്ക് കയറാൻ പറ്റില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയ ബുദ്ധിമുട്ട്. കാരണം നമ്മളിപ്പോൾ കാണിച്ചില്ലേ, ഇവിടെ കുറച്ച് അപകടങ്ങളെ കാണിച്ചില്ലേ. അതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റത്തില്ല. എന്നാലും പുറത്തു നിന്ന് നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. എന്തായാലും നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ. ലഘുഭക്ഷണം കഴിക്കാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതായത് ചെറിയൊരു ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ചെറിയൊരു പെട്ടിക്കട കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇവിടെ. അത്യാവശ്യം ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ പാർക്കിങ് ഇപ്പോൾ ഏകദേശം അധികം നാളായിട്ടില്ല വന്നിട്ട്, കുറച്ച് നാളായിട്ടുള്ളൂ. നേരത്തെ ഇവിടെ വണ്ടി വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു വിശ്രമ കേന്ദ്രവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാർക്കിംഗ് സ്പേസും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ട്രാവലർ പോലുള്ള വണ്ടികൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തിരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ വണ്ടികൾ വന്നാൽ പോലും തിരിക്കാൻ പറ്റിയൊരു ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം പാർക്കിങ് കാര്യങ്ങളൊക്കെ നേരത്തെ ഇവിടെ വന്നിട്ട്, ഞാൻ ഇതിന് മുന്നേ വന്നിട്ട് പാർക്കിങ്ങിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ. ആ ഒരു പ്രശ്നമൊക്കെ മാറിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ അതെ, ഷാനിനെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇത് അഭിലാഷ്. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് വന്നത്. ഇപ്പോൾ അഞ്ചുരുളി ഇപ്പോൾ ഞങ്ങൾ കണ്ടു. അവിടെ നിന്ന് ഞങ്ങൾ ഇനി വാഗമൺ റൂട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പറ്റുവാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ വാഗമണിലെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ജെർലിൻ ജേക്കബാണ്, ഫുഡ് ആൻഡ് ട്രാവൽ ടെക്.